മൂന്നാർ, വാഗമൺ, തേക്കടി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ താങ്ങായി നിൽക്കുന്നത് ജീപ്പ് സവാരികൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി കളക്ടറുടെ നിരോധന ഉത്തരവ് വന്നത് തെല്ലല്ലാത്ത രീതിയിൽ തന്നെ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുകയും ചെയ്തു. എന്നാൽ ആ ആശയക്കുഴപ്പം ഒഴിവാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർ രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിരോധന ഉത്തരവിറക്കിയത് എന്നും കളക്ടർ വ്യക്തമാക്കുന്നു. ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുള്ള കളക്ടറുടെ ഉത്തരവിറങ്ങിയത് ജൂലൈ 5-ന്. പിന്നാലെ വലിയ പ്രതിഷേധം. ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ജീപ്പ് തൊഴിലാളികളുടെ ആവശ്യം. എന്നാൽ അനിശ്ചിതകാലത്തേക്കല്ല നിയന്ത്രണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. നിരത്തിലൂടെ ഓടുന്ന എല്ലാ ജീപ്പുകൾക്കും ഈ നിരോധനം ബാധകമല്ല. വിനോദസഞ്ചാര മേഖലകളിലടക്കം ഓഫ് റോഡ് ട്രക്കിംഗ് എന്ന പേരിൽ ഓടുന്ന വാഹനങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ജീവന് നഷ്ടപ്പെട്ടു ഇങ്ങനെ ജീപ്പ് സഫാരി പോയതിനിടയ്ക്ക്. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ ജീപ്പ് സഫാരി പോകുന്ന റൂട്ട്സ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിലുള്ള ഡ്രൈവേഴ്സ്ക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ കൊളുക്കുമലയിലെ ഒരു നിയന്ത്രണമുണ്ട്, ഇങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ അത് ഫോർമലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈവേഴ്സ്ക്കുള്ള ട്രെയിനിങ് ഉണ്ട്. ആൻഡ് ആ വണ്ടിയും പീരിയോഡിക് ഇൻസ്പെക്ഷൻസ് ഉണ്ട്. സോ അതുപോലെ ഒരു കാര്യം ചെയ്യാനാണ്. കഴിഞ്ഞ ദിവസം മൂന്നാർ പോതമേടുണ്ടായ ജീപ്പ് അപകടത്തിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിലാണ് അടിയന്തര നടപടി. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ജീപ്പ് സവാരികളിലെ അപാകതകൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മതിയായ സഹകരണം ലഭിക്കാത്തതിനെ തുടർന്നാണ് അടിയന്തര ഉത്തരവിറക്കിയതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. അത് നമുക്ക് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പുനരാരംഭിക്കാൻ പറ്റും. ഇത് തടയാനല്ല, ഇത് നിയന്ത്രിക്കാനാണ്. നമ്മളിത് നിയന്ത്രിക്കുമ്പോൾ, നമ്മളെ തടയാതെ നിയന്ത്രിക്കുമ്പോൾ എല്ലാവരും ഇതിലേക്ക് കയറി വരണമെന്നില്ല. ബിക്കോസ് ഒരു ഗവൺമെൻറ് റെഗുലേഷൻസിലേക്ക് കൂടി വരണമെന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർ ഇത് ഓൾറെഡി നമ്മൾ ഇൻഫോർമലി ട്രൈ ചെയ്തതാണ്, ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിലവിലെ നിയന്ത്രണം കുളുക്കുമലയിലെ ജീപ്പ് സവാരിക്ക് ബാധകമല്ല. ഇവിടെ സർവീസ് നടത്തുന്ന മാതൃകയിൽ മറ്റു സ്ഥലങ്ങളിലും സംവിധാനമൊരുക്കും. അപകടകരമല്ലാത്ത റൂട്ടുകൾ കണ്ടെത്തി വ്യാഴാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പഞ്ചായത്തുകളോട് നിർദ്ദേശം നൽകി. അതേസമയം മുന്നറിയിപ്പില്ലാതെ കളക്ടർ ഉത്തരവിറക്കിയതിൽ ജില്ലയിൽ വിവിധ യൂണിയനുകളുടെ പ്രതിഷേധം ശക്തമാണ്. വിനോദസഞ്ചാര മേഖലകളിൽ ജീപ്പ് സഫാരി ആശ്രയിച്ച് ഒരുപാട് പേർ ഉപജീവനമാർഗം കണ്ടെത്തുന്നുണ്ട്. അവരുടെയൊന്നും വയറ്റത്തടിക്കുന്ന നടപടിയല്ല ഇപ്പോഴത്തെ ഉത്തരവിലൂടെ നടപ്പാക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ആവർത്തിച്ചു പറയുന്നുണ്ട്. എങ്കിലും സാധാരണക്കാരായ ജീപ്പ് തൊഴിലാളികളുടെ ആശങ്ക അകറ്റേണ്ട ഉത്തരവാദിത്വം കൂടി ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതിനുള്ള നടപടി എത്രയും വേഗം ഉണ്ടാകട്ടെ. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.